നമസ്കാരം. പ്രധാന വാർത്തകൾ. നരേന്ദ്രമോദിക്ക് സ്വന്തമായി വീടോ കാറോ ഭൂമിയോ ഇല്ല. കൈവശമുള്ളത് 52,000 രൂപ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്ന് മത്സരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇന്ന് വാരണാസി ജില്ലാ കളക്ടറേറ്റിലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്നും മൂന്നാം തവണയും മത്സരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കയ്യിലുള്ളത് 52,000 രൂപ മാത്രം. 3.02 കോടി രൂപയുടെ ജംഗമ വസ്തുക്കളും 52,920 രൂപ പണമായി കൈവശമുണ്ടെന്നും സ്വന്തമായി സ്ഥലമോ വീടോ കാറോ ഇല്ലെന്നും അദ്ദേഹം നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. 2018-19 സാമ്പത്തിക വർഷത്തിൽ 11 ലക്ഷമായിരുന്ന മോദിയുടെ വരുമാനം 2022-23 23.5 ലക്ഷമായി മാറിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നികുതി വരുമാനം ഇരട്ടിയായെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. പ്രധാനമന്ത്രിക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 2 അക്കൗണ്ടുകളുണ്ട്. SBIയുടെ ഗാന്ധിനഗർ ശാഖയിൽ 73,304 രൂപയും SBIയുടെ വാരണാസി ശാഖയിൽ 7,000 രൂപയും മാത്രമാണുള്ളത്. പ്രധാനമന്ത്രിക്ക് SBIയിൽ 2,85,60,338 രൂപയുടെ സ്ഥിര നിക്ഷേപമുണ്ട്. പ്രധാനമന്ത്രിയുടെ പക്കൽ 2,67,750 രൂപ വിലമതിക്കുന്ന 4 സ്വർണ്ണ മോതിരങ്ങളുമുണ്ട്. KSEB കരാർ തൊഴിലാളി മണിമലയാറ്റിൽ മുങ്ങിമരിച്ചു. KSEB കരാർ തൊഴിലാളി മണിമലയാറ്റിൽ മുങ്ങിമരിച്ചു. വയനാട് കല്ലോലിയിൽ ചെറിയമ്പലം മണൽവയലിൽ KM അർജുനാണ് മരിച്ചത്. 33 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് അപകടം. KSEBയുടെ കരാർ തൊഴിലാളികളായിരുന്ന ജിഷ്ണു, അനന്തു എന്നിവർക്കൊപ്പം കല്ലൂപ്പാറ, പുതുശ്ശേരി പ്രദേശങ്ങളിലായിരുന്നു ജോലി. ഭക്ഷണം മേടിക്കുന്നതിനായി മല്ലപ്പള്ളിയിലെത്തിയപ്പോൾ കുളിക്കുന്നതിനായി മണിമലയാറ്റിലെ വലിയ പാലത്തിന് സമീപത്തെ കടവിൽ ഇറങ്ങുകയായിരുന്നു. ഈ സമയം കയത്തിൽ അകപ്പെട്ടു. തിരുവല്ലയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിലാണ് മൃതദേഹം കണ്ടെടുത്തത്. അവിവാഹിതനാണ്. പിതാവ് മാധവൻ, മാതാവ് തങ്കമണി, സഹോദരി ആശ. എറണാകുളം മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥിനിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. എറണാകുളം മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥിനിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കുമ്പളങ്ങി സ്വദേശി ആര്യ ശിവജിയാണ് മരിച്ചത്. 20 വയസ്സായിരുന്നു. ഇന്ന് വൈകിട്ടാണ് വീട്ടിൽ ആര്യയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മഹാരാജാസ് കോളേജിലെ 2ാം വർഷ BA മലയാളം വിദ്യാർത്ഥിനിയായിരുന്നു. മൃതദേഹം എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിനും നിയമപരമായ നടപടിക്രമങ്ങൾക്കു ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ആലപ്പുഴയിൽ വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കമ്പ്യൂട്ടർ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. തുറവൂർ പഞ്ചായത്ത് 1ാം വാർഡിൽ പള്ളിത്തോട് ചക്കാലക്കൽ വീട്ടിൽ ബാബു ജോർജിന്റെ മകൾ മെറിറ്റ ബാബുവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 23 വയസ്സായിരുന്നു. ഇന്ന് വൈകുന്നേരം അമ്മ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇവർ ശബ്ദമുണ്ടാക്കിയതിനെ തുടർന്ന് പരിസരവാസികൾ ഓടിയെത്തി രക്ഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് കുത്തിയോട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ച് മൃതദേഹം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. കൊല്ലത്ത് യുവാവും യുവതിയും ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ. കൊല്ലത്ത് യുവാവിനെയും യുവതിയെയും ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. കിളികൊല്ലൂർ പാൽക്കുളങ്ങര തെങ്ങയം റെയിൽവേ ഗേറ്റിന് സമീപത്താണ് മൃതദേഹങ്ങൾ കണ്ടത്. എറണാകുളം ഭാഗത്തേക്ക് പോയ ഗാന്ധിധാം എക്സ്പ്രസ് ട്രെയിൻ തട്ടിയാണ് മരണമെന്നാണ് നിഗമനം. മൃതദേഹങ്ങൾ ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റി.